സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടി കർത്താവിന് മഹത്വം കൊടുത്താണ്. ഹല്ലേലൂയ. അതിവേഗത്തിൽ ഹല്ലേലൂയ ഒരു ദൈവദിനത്തിലേക്ക് കടക്കുവാനായിരിക്കും. അത് ആദാതരമായി യാക്കോബിൻ്റെ ലേഖനം, യാക്കോബിൻ്റെ പുസ്തകം അതിൻ്റെ 5-ാം അധ്യായം 16-ാം വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കും. ആമേൻ. ഒരു നിമിഷം കണ്ണടയ്ക്കാൻ ദിവസത്തെ പ്രാർത്ഥിക്കാം. കാൽവറിയിലൂടെ അളവൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല കർത്താവേ, ഈ വിശുദ്ധാരാധനയുടെ അവസാന നിമിഷങ്ങളിൽ കടന്നു വരിക കർത്താവേ. ആകാശവും ഭൂമിയും മാറിയാലും അങ്ങയുടെ തിരുവചന സത്യങ്ങൾക്ക് മാറ്റം വരത്തില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവേ, ഈ തിരുവചനം ചിലതിനെ പണിയപ്പെടുന്ന പകലായിട്ട് മാറട്ടെ. ചില രോഗബന്ധനങ്ങളെ അഴിക്കുന്ന പകലാകട്ടെ. ചില അന്ധകാര മണ്ഡലങ്ങളും ഇരുളടഞ്ഞ മേഖലകളുടെ മേലും ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന പകലാകട്ടെ കർത്താവേ. ചില പ്രാർത്ഥനയുടെ മറുപടികൾ വെളിപ്പെടുന്ന പകലാകട്ടെ കർത്താവേ. ഈ വചനത്തിന് ഹല്ലേലൂയ വിപരീതമായി വ്യാപരിക്കുന്ന ഇരുളിൻ്റെ ശക്തികളുടെ മേൽ, അന്ധകാര മണ്ഡലങ്ങളുടെ മേൽ, പൈശാചിക കോട്ടകളുടെ മേൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് ജയമെടുത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. വചനത്താൽ ദൈവം ഞങ്ങളെ സംസാരിക്കണം, വചനത്തിലൂടെ ഇടപെടണം. ദൈവത്തിൻ്റെ കൃപ കൂടി ഉണ്ടായിരിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. നമ്മൾ വായിച്ച വാക്യം അതിപ്രകാരമാണ്. നമ്മൾ ആ വാക്യത്തിൽ പലപ്പോഴും പല ആലോചനകൾ കേട്ടുകൊണ്ട് എന്നെ ചിന്തിപ്പിച്ച ചില കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞ് ദൈവസ്നേഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ വായിച്ച വാക്യത്തിൻ്റെ അവസാന ഭാഗത്തെ ആ ഒരു സെൻറ്റൻസാണ് ഞാൻ അതിൽ നിന്നാണ് ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിപ്രകാരമാണ്: നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഇവിടെ ആർക്കെങ്കിലും പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടണ്ടെന്ന ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും പ്രാർത്ഥനയുടെ മറുപടി വേണം. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. തന്നെ എത്ര സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടു. പ്രാർത്ഥിച്ചു, നമുക്ക് മറുപടി ദൈവം തന്നു. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എന്താ? പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കണം. ഇന്ന് പകൽക്കാലം ഞാൻ ഒരു 2-3 പോയിന്റിലൂടെ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഫലപ്രദമായ ഒരു പ്രാർത്ഥനയെ പറ്റിയാണ്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് വചനത്തിൽ ആഴമായി ഉറയ്ക്കാൻ വേണ്ടി ഫലപ്രദമായ ഒരു പ്രാർത്ഥനയെപ്പറ്റി നമ്മളിന്ന് പകൽക്കാലം കേൾക്കാൻ പോകും. വളരെ ശ്രദ്ധയോടെ ദൈവസ്ഥനായിരിക്കണം. പറഞ്ഞ സമയത്തിലും 5 മിനിറ്റ് മുമ്പ് നിർത്തും. പ്രത്യേകം പ്രാർത്ഥനയോടെ ദൈവസ്ഥനിലായിരിക്കുക. ഹല്ലേലൂയ. അവിടെ ഇപ്രകാരമാണ് നമ്മൾ വായിച്ചത്: നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അത് നമ്മൾ ഈ പുസ്തകത്തെ പറ്റി ആദ്യം ഞാനൊരു 1-2 കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞ് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ പുസ്തകം എഴുതിയത് നമുക്കറിയാം യാക്കോബാണ്. യാക്കോബ് എന്ന് പറഞ്ഞാൽ ആരാ? യേശുവിൻ്റെ അർത്ഥ സഹോദരനായ യാക്കോബാണ് ഈ പുസ്തകം എഴുതിയത്. അതിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ നമ്മൾ അവിടെ ഇപ്രകാരം കാണുന്നു: ദൈവത്തിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും ദാസനായ യാക്കോബ് എഴുതുന്നു. ദൈവത്തിൻ്റെ സ്വന്തം സഹോദരനാണ് യാക്കോബ്. എന്നിട്ടും അദ്ദേഹം അതിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ എന്താ നമ്മൾ വായിക്കുന്നത്? ദൈവത്തിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും ദാസനായ യാക്കോബ്. അല്ലേ? നമ്മളായിരുന്നെങ്കിൽ എന്ത് എഴുതിയാൽ ചിലപ്പോൾ നമ്മളായി യേശു ക്രിസ്തുവിൻ്റെ സഹോദരനായിട്ട് നമ്മൾ ഈ പുസ്തകം എഴുതുമായിരുന്നു. നമ്മളായിരുന്നു എന്ത് എഴുതിയേ? ഇപ്പം നിങ്ങളെ പറയുന്നില്ല, ഞാനത് ചിലപ്പോൾ എഴുതിയെന്നെ യേശു ക്രിസ്തുവിൻ്റെ സഹോദരനായ യാക്കോബ് എഴുതിയെന്ന് പറയും. പക്ഷേ ഇവിടെ എന്താ കാണുന്നേ? യേശു ക്രിസ്തുവിൻ്റെ ദാസനായ ഒരു താഴ്മയുടെ അനുഭവം അവിടെ കാണുകയാണ്. ഹല്ലേലൂയ. പ്രിയരെ, ഞാൻ അവിടെ നിന്നുകൊണ്ട് ദൈവാത്മാവിൽ ആരംഭത്തിൽ തന്നെ ഒരു ദൂത് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്: ജീവിതത്തിൽ എത്ര ഉയർച്ചകൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നാലും ആ ഉയർച്ചയ്ക്കനുസരിച്ച് നമ്മൾ ദൈവസന്നിധി താഴ്മയുള്ളവരായി മാറണം. അതാ ദൈവം നമ്മെപ്പറ്റി ആഗ്രഹിക്കുന്നത്. അല്ലേ? നമ്മൾ കാനഡയിൽ വന്ന സമയത്തുള്ള അനുഗ്രഹങ്ങളും നന്മകളും ആണോ ഇന്ന് നമുക്കുള്ളത്? അല്ലല്ലോ. പക്ഷേ അന്നത്തെ ആരാധനയുണ്ടോ? അന്നത്തെ ആരാധനയെക്കാളും ഒരു സ്റ്റെപ്പെങ്കിലും നമുക്ക് ഉയരാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇന്ന്? ഞാൻ എന്നെയും കൂടെ അടക്കം പറയുന്നത് കേട്ടോ. പറഞ്ഞു മനസ്സിലായോ? അന്നേരപ്പം നമ്മൾ വന്നപ്പോൾ നമ്മൾ ഇല്ലായ്മയിൽ, അല്ലെങ്കിൽ നമ്മളിവിടെ വരുന്നതിന് മുമ്പ് നമ്മുടെ മാതാപിതാക്കൾ ഒന്നുമില്ലാത്ത സമയത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചതിൻ്റെ മറുപടിയാണ് ഞാനൊന്ന് ഇവിടെ ഇരിക്കുന്നത്. അല്ലേ? ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഓരോ നന്മയുടെയും പുറകിൽ ഒരു കണ്ണുനീരുണ്ട്. ഇന്ന് പകൽക്കാലം നമ്മളത് മറന്നിട്ട് നമ്മളിവിടെ ഇരിക്കുന്നവരായി മാറരുത്. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ പറയുന്ന വാക്കുകൾ ചിലർക്കൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ വചനത്തോട് നമ്മൾ ദൈവസന്നിധിയിൽ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഇന്ന് പകൽക്കാലം ഞാനൊരു 3-4 സബ്ജക്റ്റ് എടുത്തു വെച്ചു. പക്ഷേ ഇതാണ് എന്നോട് ദൈവാത്മാവ് അത്
ചുരുക്ക സമയത്ത് സംസാരിക്കുവാൻ ഇടപെട്ടത്. ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധി സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മളൊന്ന് പുറകോട്ട് ഇറങ്ങി തിരിച്ച് ചിന്തിച്ച് നോക്കി. നമ്മുടെ ജീവിതത്തിൽ ഓരോ നന്മയും ദൈവം ദാനമായി തന്നപ്പോൾ ഹല്ലേലൂയ, ഓരോ ശ്രേഷ്ഠകരമായ ഫിനിബദർ സാക്ഷ്യം പറഞ്ഞു ഉയർച്ച. ഹല്ലേലൂയ, ഫിനിബദർ ആരാധിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ലെന്നല്ല പറയുന്നത്. ഞാൻ പറയുന്നതിൻ്റെ താല്പര്യം, നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ദൈവിക അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് ദാനമായി തരുന്നുവോ അത്രത്തോളം ദൈവസന്നിധി താഴ്മയുള്ളൊരു ഹൃദയം നമുക്ക് ആവശ്യമാണെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുക. ഹല്ലേലൂയ. ഒന്ന് പുറകോട്ട് ഇറങ്ങി ചിന്തിച്ച് നോക്കി. ഹല്ലേലൂയ, കഴിഞ്ഞ നാളത്തെ എത്രയോ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞുപോയി, നമ്മുടെ ആരാധന കുറഞ്ഞുപോയി, ദൈവത്തിന് കൊടുക്കുന്നതിൽ കുറഞ്ഞുപോയി, ദൈവദാസന്മാരെ ബഹുമാനിക്കുന്നതിൽ നമുക്ക് കുറവ് സംഭവിച്ചു, ആരാധനയ്ക്ക് വരുന്ന സമയങ്ങൾക്ക് വ്യത്യാസം വന്നുപോയി. നമ്മുടെ ജോലിയുമായിട്ട് ഞാൻ തട്ടിച്ച് ഹല്ലേലൂയ ആരാധനയെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. കാരണം അതിന് ചോദ്യം ചെയ്യാൻ ആരും ഇല്ല. കൂടിപ്പോയ പാസ്റ്റർ ചോദിക്കും, എന്നാ ബ്രദറെ വരാഞ്ഞേ, കഴിഞ്ഞ ആഴ്ച എന്താ വരാഞ്ഞല്ലേ, ഇതല്ലേ ചോദിക്കത്തുള്ളൂ. അപ്പം പാസ്റ്റർ അങ്ങനെ ചോദിക്കാം, അപ്പോൾ നമുക്ക് എന്തെങ്കിലും പറഞ്ഞാൽ പോരെ. എത്രയോ ആരാധനകൾക്ക് ഡ്യൂട്ടിക്ക് പോകാതെ മടി പിടിച്ച് നമ്മൾ ഇരുന്നിട്ടുണ്ട്. സഭാരാധന ഈ സൺഡേയിലെ ആരാധന മാത്രമല്ല പറയുന്നത്. ഞാൻ വലിയ ആളാണെന്ന് പറയുമൊന്നുമല്ല. ഞാൻ പറഞ്ഞതിൻ്റെ ഒറ്റ താല്പര്യം, സൺഡേ മോർണിംഗ് ഷിഫ്റ്റ് എടുക്കത്തില്ല. സൺഡേ അതെന്ന് ഞങ്ങൾ രണ്ടുപേരും ക്യാഷ്വലായിട്ട് ജോലി ചെയ്യുന്നവരാ. നമുക്കറിയാമല്ലോ ക്യാഷ് കാര്യങ്ങൾ, ഇവിടുത്തെ കാര്യങ്ങൾ അറിയാമല്ലോ, ഇവിടുത്തെ ബിൽ പേയ്മെൻറ്റുകളും കാര്യങ്ങളെല്ലാം അറിയാം. പക്ഷേ സൺഡേ രാവിലെ എടുക്കത്തില്ല. അത് പറഞ്ഞതിൻ്റെ ഒറ്റ കാര്യമേ ഉള്ളൂ, ഏറ്റവും കൂടുതൽ കോൾ വരുന്ന സൺഡേ രാവിലെ ജോലി ചെയ്യാനാണ്. ആണോ അല്ലേ? നിങ്ങൾ പറ, ആണോ അല്ലയോ? കാരണം സൺഡേ രാവിലെ സൺഡേ ചെയ്താൽ നമുക്ക് പൈസയും കൂടുതലുണ്ട്, അലവൻസ് കൂടുതലുണ്ട്. പറയുന്നത് ഞാൻ പറഞ്ഞതിൻ്റെ ഒറ്റ താല്പര്യമേ ഉള്ളൂ, നമ്മുടെ ദൈവസന്നിധിയിൽ ദൈവത്തിന് വേണ്ടി വില കൊടുക്കുന്നവരായി നമ്മൾ മാറണം. അല്ല എങ്കിൽ നമ്മൾ ഓരോ ആഴ്ച വരുന്നു, ആരാധിക്കുന്നു, പാടുന്നു, ദൈവവചനം കേൾക്കുന്നു, സ്തോത്രം പറയുന്നു, പോകുന്നു. അതാകരുത് ഒരു ആത്മീയൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എപ്പോഴും താഴ്മയുള്ളൊരു ജീവിതം ദൈവസന്നിധി നമ്മളെ തന്നെ താഴ്ത്തിയാൽ, ഞാൻ ഒരു കാര്യം എൻ്റെ അനുഭവത്തിലൂടെ വിളിച്ചു പറയാം, ഈ ലോകം മുഴുവൻ നിനക്കെതിരായി നിന്നാലും ഇന്ന് പകൽക്കാലം ഞാൻ ഉറപ്പോടെ വിളിച്ചു പറയാം, ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമായിട്ട് നിൽക്കുവാൻ ഈ ലോകത്തെ ഒരു ശക്തിക്കും കഴിയില്ല. താൽക്കാലികമായിട്ട് നീ തോറ്റെന്ന് നിൻ്റെ ഹൃദയം നിന്നോട് പറയും, താൽക്കാലികമായി നീ പരാജയപ്പെട്ടെന്ന് നിൻ്റെ മനസ്സ് നിന്നോട് പറയും. പക്ഷേ അന്തിമ വിജയം നിനക്ക് മാത്രമുള്ളതാണ്. ഇന്ന് പകൽക്കാലം അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധി സമർപ്പണത്തോടെ എത്ര പേർക്ക് പറയുവാൻ കഴിയും, കർത്താവേ എനിക്കൊരാഴ്ച തരുന്നെങ്കിൽ, എനിക്കൊരാഴ്ച കൂടി തരുന്നെങ്കിൽ എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ നിൽക്കും. ഹല്ലേലൂയ. നിൽക്കുന്നില്ലെന്നല്ല പറഞ്ഞു, ഒരു സ്റ്റെപ്പ് കൂടി ഹല്ലേലൂയ ഒന്നുകൂടി പ്രാർത്ഥിക്കുവാൻ, ഒന്നുകൂടി തീരുമാനത്തിൽ ഉറയ്ക്കുവാൻ ഇന്ന് പകൽക്കാലം നമ്മളൊരു തീരുമാനമെടുക്കണം. അതുകൊണ്ട് ഇവിടെ യാക്കോബ് പറയുക, ദാസനായിട്ട് ദൈവസന്നിധി സമർപ്പിക്കുക. അപ്പം അങ്ങനൊരു സമർപ്പണ ഭാവം നമുക്കുണ്ടാകും. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വാക്യത്തിൽ എഴുതിയിട്ടുണ്ടോ ഞാൻ യേശുവിൻ്റെ സഹോദരനായിരുന്നു? ഇല്ല. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, നമ്മൾ ദൈവസന്നിധിയിൽ നന്മകൾ എത്ര പ്രാപിക്കും തോറും, ഇന്ന് പകൽക്കാലം ഞാനൊന്ന് ഇവിടെ ഇരിക്കുന്നത് തന്നെ ഒരു അനുഗ്രഹമാണ് പ്രിയരെ. നമുക്ക് കൈ ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അനുഗ്രഹമാണ് അല്ലേ? മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരെ ഇവിടെ കൂടുതലും ഇരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഇന്ന് പകൽക്കാലം മനസ്സിന് ആത്മാർത്ഥത എത്ര പേർക്ക് പറയുവാൻ കഴിയുന്നത്തെ ആരാധന ഞാൻ എൻ്റെ ശബ്ദം മുഴുവൻ കർത്താവിന് കൊടുത്തെന്ന്, എൻ്റെ ആരോഗ്യം മുഴുവൻ കർത്താവിന് കൊടുത്തെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? ഇന്ന് പകൽക്കാലം പ്രിയരെ, ഒറ്റ നിമിഷം മതി കേട്ടോ ഇതെല്ലാം മാറിപ്പോകാൻ. ഒരു നിമിഷം മതി ഒന്നുമില്ലാതായി പോകാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഭയപ്പെടുത്തുകയല്ല, താഴ്മയോടെ കർത്താവിനോട് ഇന്ന് പകൽക്കാലം നമുക്ക് ഈ വചന ശുശ്രൂഷയുടെ ആരംഭത്തിൽ നമുക്ക് പറയാം, കർത്താവേ ഇനി എനിക്കൊരായുസ് തരുന്നെങ്കിൽ, എനിക്കിപ്പോഴും ഉറപ്പില്ല 1 മണിയാകുമെന്ന്. ആർക്കെങ്കിലും ഉറപ്പുണ്ടോ 1 മണിക്ക് ഇതിന് ആശീർവാദം ഇവിടെ പറയുന്ന ആർക്കെങ്കിലും ഉറപ്പുണ്ടോ? നമുക്ക് ഉറപ്പില്ല പ്രിയരെ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, 2 കാര്യങ്ങൾ മനുഷ്യൻ അറിയുന്നില്ല. 1 നമ്മുടെ മരണം, 2 കർത്താവിൻ്റെ വരവ്. അതേത് നിമിഷവും സംഭവിക്കും. ഇത് പറയാതെ ഒരു ദൈവ ശുശ്രൂഷ പറയുവാനോ നിർത്തുവാനോ കഴിയത്തില്ല. നമ്മുടെ കർത്താവാണ് ഉയരേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കുക, എല്ലാം പോസിറ്റീവായിരിക്കും, എല്ലാ കാര്യങ്ങളും നല്ലതായിരിക്കും. നല്ല ലൈനൊക്കെ കിട്ടി നല്ലതായിട്ട് ഹസ്ബൻഡും വൈഫും ജോലി നല്ല രീതിയിൽ പോകുമായിരിക്കും. നിമിഷങ്ങൾക്കുള്ളിൽ ഞൊടിയിടയിൽ ദൈവം വിചാരിച്ച പലതും നടക്കും. എന്നാലും കൃപായുഗത്തിൽ ദൈവം നമ്മെ എത്രയേറെ സ്നേഹിക്കുക. കർത്താവിൻ്റെ സ്നേഹത്തിന് മുമ്പിൽ നമുക്ക് പകരം കൊടുക്കാനൊന്നുമില്ല. അതുകൊണ്ടല്ലേ ഹല്ലേലൂയ പാടിയപ്പോൾ നമ്മൾ ഒരുമിച്ച് പാടിയത്, മുൾക്കിടിയതാരിയായവൻ എന്ന് എങ്ങനെ വരും തിരിച്ച്?
പൊൻകിരീടം അണിഞ്ഞു വരും നമ്മുടെ കർത്താവ് നമ്മെ ചേർക്കുവാൻ. അതാണ് നമ്മുടെ പ്രത്യാശ, ക്രിസ്തീയ വിശ്വാസിയുടെ പ്രത്യാശ എന്ന് പറയുന്നത്. ഹല്ലേലൂയ, വാനമേഘത്തിൽ കാഹള ശബ്ദം മുഴങ്ങും, എൻ്റെ കർത്താവ് വരും, ഞാൻ അവനോടുകൂടെ ചേർക്കപ്പെടുമെന്നുള്ളത്. ആ പ്രത്യാശ ഇന്ന് പകൽക്കാലം നമ്മൾ വർദ്ധിച്ചു വരണം. ഓരോ മീറ്റിങ്ങുകളിലും ആ പ്രത്യാശ നമ്മൾ വർദ്ധിക്കണം. നമ്മൾ പ്രത്യാശയില്ലാത്തവരായിട്ട് തീരരുത്. നമുക്ക് ചോദ്യം ചെയ്യുവാൻ ഒരുവൻ ഉയരത്തിലുണ്ട്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ആരും നിനക്ക് സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും, ആരും നിന്നെ ഉയർത്തിയില്ലെങ്കിലും, ഇത് പകൽക്കാലം ഒരു കാര്യം വിളിച്ചു പറയാം: ദൈവസന്നിധി മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാൻ ഒരു മുട്ടും കരയുവാൻ ഒരു കണ്ണും നിനക്കുണ്ടെങ്കിൽ നീ തളർന്നു പോകുവാൻ അവൻ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. നിന്റെ വേദനയുടെ മധ്യത്തിൽ, നിന്റെ നിരാശയുടെ മധ്യത്തിൽ, നിന്റെ ഒറ്റപ്പെടലുകളുടെ മധ്യത്തിൽ നിന്റെ അരികിലേക്ക് ഇടകി വന്ന് നിന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ ഇന്ന് പകൽക്കാലം നമ്മൾ ആരാധിക്കുന്നത്, വിശ്വസിക്കുന്ന ഒരു അല്പസമയം ആത്മാവിൽ കർത്താവിന് ഇന്ന് പകൽക്കാലം ആരാധന കൊടുത്താട്ട്. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള സാന്നിധ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ യാക്കോബ് അത് പറഞ്ഞതിന് ശേഷം അതിൻ്റെ താഴോട്ട് എഴുതിയിരിക്കുന്ന ഇപ്രകാരമാണ്. ഹല്ലേലൂയ. ഈ ഒരു വാക്യശകലം എഴുതുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ചിതറിപ്പറക്കുന്ന 12 ഗോത്രങ്ങൾക്ക് വേണ്ടി എഴുതി. അപ്പോസ്തലരുടെ പുസ്തകം 8-ാം അധ്യായം വായിക്കുമ്പോൾ അറിയാം, ഭയപ്പെട്ട് ഹല്ലേലൂയ തൻ്റെ ശിഷ്യഗണം മുഴുവൻ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുവാനിടയായി, ചിതറിപ്പാർക്കുവാൻ, അവർക്ക് വേണ്ടി അവരെ ഓർപ്പിച്ചുണർത്തുവാൻ, അവരുടെ വേദനയിൽ, അവരുടെ ഭയത്തിൽ അവർക്ക് പ്രത്യാശ നൽകാൻ വേണ്ടി യാക്കോബ് അപ്പോസ്തലൻ ഇവിടെ എഴുതുകയാണ്. അതിന് താഴോട്ട് എഴുതുമ്പോൾ നമ്മൾ കാണുന്നു, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരതയുളവാക്കുന്നുവെന്ന് അറിഞ്ഞ് അശേഷം സന്തോഷിക്കണം. അവിടെ എഴുതിയേക്കുന്നത് എന്താ? വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ വിഷയങ്ങളുടെ മധ്യത്തിലും കർത്താവിന് നമ്മെപ്പറ്റി ഒരു പദ്ധതിയുണ്ട്. നമ്മളത് വിശ്വസിക്കുന്നവരല്ലേ? അത് താഴ്ചയായിരിക്കും, രോഗമായിരിക്കും, ഒറ്റപ്പെടലുകളായിരിക്കും, വേദനയായിരിക്കും, നിരാശകളായിരിക്കും. അതിൻ്റെ എല്ലാ മധ്യത്തിലും കർത്താവിന് നമ്മെപ്പറ്റി ഒരു പദ്ധതി ഉണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ഒറ്റപ്പെടലുകൾക്ക്, വേദനകൾക്ക്, നിന്ദകൾക്ക്, രോഗങ്ങളുടെ മധ്യത്തിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. കർത്താവിന് എന്നെപ്പറ്റി ഒരു പദ്ധതിയുണ്ട്. പൊന്നുപോലെ പുറത്ത് കൊണ്ടുവരുവാനാണ് ചില വേദന കടന്നു വരുന്നത്. ഈ വേദനയും കൂടി ഇല്ലായിരുന്നു നമ്മൾ ഇത്രയും പോലും, ഈ വേദന ഇല്ലെങ്കിൽ നമ്മൾ ഇത്രയും പേര് പോലും ഇന്നിവിടെ കാണത്തില്ല, അല്ലേ? പല വിഷയങ്ങൾ നമുക്കുള്ളത് കൊണ്ടാണ് നമ്മൾ പിന്നെയും കർത്താവിനെ സ്നേഹിക്കുന്നത്. അപ്പം നമുക്കെല്ലാവർക്കും ഒരു ഉദാഹരണത്തിലൂടെ നിങ്ങളത് മനസ്സിലാക്കാം. നമ്മുടെ നാട്ടിലെല്ലാം ഇപ്പം നിങ്ങൾക്ക് അറിയാമെന്ന് അറിയത്തില്ല, ഈ പഴയ ആൾക്കാർക്കറിയാം, പാല് സൊസൈറ്റിയിൽ കൊണ്ടുപോയി കൊടുക്കും, അല്ലേ? ഈ പാലുമായിട്ട് ഇങ്ങനെ പോയി നമ്മൾ ആ സൊസൈറ്റി അടുത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരാളിരിപ്പുണ്ട്. ആളുടെ കയ്യിലൊരു സാധനമുണ്ട്. എന്നാ? ലാക്ടോമീറ്റർ. ഒരു മീറ്ററുണ്ട്. ഞാനതിനകത്ത് ഒഴിക്കത്തില്ലെന്ന് പറഞ്ഞാലും അദ്ദേഹം പറയും, ഇതിവിടെ വന്ന് ഇച്ചിരി ഇതിനകത്ത് ഒഴിച്ചിട്ട് നീ അളന്നാൽ മതി ഇന്ന് പാല്. ആ ഒരു ചെറിയ ബോട്ടിലിനകത്തോട്ട് പാലൊഴിച്ചിട്ട് അദ്ദേഹം എന്താ ചെയ്യുന്നത്? ഈ ലാക്ടോമീറ്റർ അതിനകത്തോട്ട് ഇട്ടിട്ട് എന്താ ചെയ്യുന്നത്? എത്രയും വെള്ളം ഉണ്ടെന്ന്, നമ്മൾ എത്രയും വെള്ളം ചേർത്തിട്ടുണ്ടെന്ന് പറയും. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം പരിശോധനയിലൂടെ കടന്നു പോയാലേ നീ ആരെന്നറിയാൻ പറ്റത്തുള്ളൂ. പറഞ്ഞു മനസ്സിലായോ? പരിശോധനയിലൂടെ കടന്നു പോയാലേ കറക്റ്റായിട്ട് നീ ആരെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇലക്ട്രോമീറ്റർ അവിടെ വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് വേറെ പണിക്ക് പോയപ്പോരെ. അദ്ദേഹത്തിനായിരിക്കും, ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ സാലറി. കാരണം കള്ളത്തരം കണ്ടുപിടിക്കാതിരിക്കുക. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ചില ശോധനകൾ ദൈവം അനുവദിച്ചിട്ടാണ്. നിൻ്റെ വിശ്വാസത്തിൻ്റെ ശോധന അവൻ ടെസ്റ്റ് ചെയ്യും ഓരോ ടെസ്റ്റിങ്ങിലൂടെ. അതുപോലെ തന്നെ ഒന്നുകൂടെ പറഞ്ഞ് മനസ്സിലാക്കാം, അത് മനസ്സിലാക്കാത്തവർക്ക് സ്വർണം നല്ലതാണോന്ന് അറിയാൻ എന്നെ ചെയ്യുന്നേ ഉരച്ച് നോക്ക്. ചില ഉരച്ചിലുകളുണ്ടല്ലോ, നമുക്ക് വേദനയാ ഭയങ്കര. പക്ഷെ ആ ഉരച്ചിലുകൾ എന്തിനാണെന്നറിയാമോ? ഞാനും നീയും എത്രമാത്രം ഈ വചനത്തിൽ വളർന്നെന്നറിയാനാണ്. പ്രിയരേക്ക് ഞങ്ങൾ 2.5 വർഷമായിട്ട് അവിടെ നിൽക്കും. അവിടെ ഒരു ശുശ്രൂഷ ആരംഭിച്ചു. അനേകർ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, അനേകർ കടന്നു വരുന്നുണ്ട്. ഞാൻ പറഞ്ഞതിന് താല്പര്യം, എത്രയെത്ര കഷ്ടതകളിലൂടെ, വേദനകളിലൂടെ കടന്നു പോയെന്നറിയാമോ? പ്രതീക്ഷിച്ച പലരും, നമ്മുടെ പ്രിയരെ ഒരു കാര്യം വിളിച്ചു പറയാം, പ്രതീക്ഷിച്ച പലരും ചില സാഹചര്യങ്ങൾ നമ്മളെ വിളിച്ചില്ലെന്നിരിക്കും.
പല സ്ഥാനങ്ങൾ നിനക്ക് ലഭിക്കേണ്ടത് പലതും ലഭിച്ചില്ലെന്നിരിക്കും. പക്ഷെ ഇന്ന് പകൽക്കാലം ഉറപ്പോടെ ചങ്കൂറ്റത്തോടെ വിളിച്ചു പറയാം, വിളിച്ചവൻ വിശ്വസ്തനാണ്. അവൻ നിന്നെ അന്ത്യം വരെ നടത്തുവാൻ അവൻ ശക്തനാണ്. ചില വേദനകളിലൂടെ, ചില ശോധനകളിലൂടെ, ചില നിരാശയുടെ അനുഭവങ്ങളിലൂടെ മനസ്സ് വേദനയോടെ ഈ ശബ്ദം കേൾക്കുന്ന ചിലരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ദൈവാത്മാവ് ഇടപെടുന്നു. നിന്നെ തകർത്ത് കളയുവാനല്ല, നിന്നെ പൊന്നുപോലെ പണിത് പുറത്തു കൊണ്ടുവരുവാനായി ശോധന. ചില ശോധനകൾ ജീവിതത്തിൽ അനുഭവിക്കുന്നത്, ചില ഒറ്റപ്പെടലുകൾ ജീവിതത്തിൽ അനുഭവിക്കുന്നത്, ചില പ്രാർത്ഥനയുടെ മറുപടികൾ താമസിക്കുന്നത്, ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ ആരോടൊക്കെയോ ദൈവാത്മാവ് ഇടപെടുന്നു. അത് നിന്നെ തകർക്കുവാനല്ല, അത് നിന്നെ മുടിച്ചു കളയുവാനല്ല. ഹാലേലൂയ, നിന്റെ ജീവിതത്തിൽ വലിയൊരു മഹത്വം കാണുവാൻ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ സമയമായി. ഈ വർഷം തീരുന്നതിന് മുമ്പേ ദൈവം ചില പ്രാർത്ഥനയുടെ മറുപടികളെ വെളിപ്പെടുത്തി നിന്റെ ജീവിതത്തിൽ നന്മയുടെ വാതിലുകളെ തുറന്നു തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അതിനെതിരായിട്ട് ശത്രുവായവൻ പദ്ധതികൾ എത്ര ഒരുക്കിയാലും അതെല്ലാം താൽക്കാലികമായിട്ട് മുമ്പിൽ നോക്കുമ്പോൾ ഒരു വഴിയുമില്ലായിരിക്കും. എല്ലാ വഴികളും അടഞ്ഞ വ്യക്തിയായിരിക്കും പക്ഷേ കൈപ്പത്തി പോലൊരു മേഘത്തെ പൊക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ആകാശവും ഭൂമിയും മാറിയാലും ഈ വചന സത്യങ്ങൾക്ക് മാറ്റം വരത്തില്ലെങ്കിൽ ഹല്ലേലൂയ, ദൈവം പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോകുവാൻ അവൻ ഒരു നാളും അനുവദിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് സന്തോഷത്തോടെ ദൈവസ്ഥിരമായിട്ട് വളരെ വേഗം മുമ്പോട്ടുള്ള കാര്യങ്ങൾ വായിച്ചു വരുമ്പോൾ 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. ഹല്ലേലൂയ. ഈ കഷ്ടതകളെല്ലാം തീരാറായി. ഇത് അല്പനാളുകളേ ഉള്ളൂ. ഏറിപ്പോയാൽ 70 വർഷം അല്ലെങ്കിൽ 80 വർഷം എന്നാ സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഹല്ലേലൂയ. ഈ അല്പനാളത്തേക്കുള്ള ഈ കഷ്ടതയിൽ നമ്മൾ കർത്താവിന് വേണ്ടി ശക്തമായി നിന്നാൽ, നമ്മളെ ഏൽപ്പിച്ച സ്ഥലങ്ങളിൽ വിശ്വസ്തയോടെ നിന്നാൽ, ഹല്ലേലൂയ, ദീർഘനാളുകൾ 1000 ആണ്ട് ആ കർത്താവിനോട് കൂടെ വാഴുന്നൊരു ദിവസമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥന എന്ന സബ്ജക്റ്റാണ് ഇന്ന് പകൽക്കാലം എന്നെ എടുക്കാൻ ദൈവാത്മാവ് ഹല്ലേലൂയ ഇന്ന് പറയുവാൻ നിങ്ങളോട് ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ ഉറപ്പിച്ചത്. കാരണം ഈ കാലഘട്ടത്തിന് ആവശ്യം പ്രാർത്ഥനയാണ് പ്രിയരെ. ഹല്ലേലൂയ. ആരാധന വേണ്ടെന്നല്ല, വചനം കേൾക്കേണ്ടെന്നല്ല, പക്ഷേ ഹല്ലേലൂയ, മുട്ടും പേരിരുന്ന് പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥന വീരന്മാർ, വീരമതികൾ സഭയിൽ എഴുന്നേറ്റാൽ ഹല്ലേലൂയ, സഭയുടെ അന്തരീക്ഷങ്ങൾക്ക് മാറ്റം വരും. ഹല്ലേലൂയ, സഭയുടെ ഗതികൾക്ക് മാറ്റം വരും. വിശ്വാസികൾ കടന്നു വരും. ഹല്ലേലൂയ, അനേക ജനങ്ങൾ, അനേകർ കർത്താവിനെ അറിയുവാനിടയാകും. ദേശത്തെ പിടിച്ചു കുലുക്കുന്ന അഭിഷേകത്തിന്റെ പുഷ്ടിയാൽ ചില നുഖങ്ങൾ തകരുവാനിടയാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് വിശ്വാസത്തോടെ ഇന്ന് പകൽക്കാലം കർത്താവിനോട് പറ, കർത്താവേ, എന്നെ അറിയുന്ന, എന്നെ ലോകം അറിഞ്ഞില്ലെങ്കിലും ഇന്ന് പകൽക്കാലം ഒരു കാര്യം കൂടെ വിളിച്ചു പറയാം: പ്രാർത്ഥിക്കുന്നവനെ അറിയുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. നിന്റെ കണ്ണുനീരിനെ കാണുന്ന ഒരു ദൈവമുണ്ട്. ആരും കാണുന്നില്ലെന്ന് നീ വിചാരിക്കരുത്. ഹല്ലേലൂയ. പ്രാർത്ഥനാ റൂമിൽ നീ ഒഴുക്കി ഓരോ തുള്ളി കണ്ണുനീരിനും മറുപടി തരുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് അതിവേഗം കടന്നു വരാം. അവിടെ നമ്മൾ വായിച്ചത് പ്രകാരമാണ്: നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്ക് ഉടമയായി എന്നെ മാറ്റണമെന്ന് നമ്മൾ ആഗ്രഹിച്ച് ദൈവസ്ഥയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഞാൻ ഇപ്രകാരം ഒരു പുസ്തകം വായിച്ചപ്പോൾ അവർ ഇപ്രകാരം കാണുവാനിടയായി. ഹല്ലേലൂയ. 15-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ട് ഭരിച്ച്, നമുക്കെല്ലാവർക്കും അറിയാം, ക്വീൻ മേരി ഇംഗ്ലണ്ട് ഭരിച്ചൊരു വേൾ. ആ പുള്ളിക്കാരിയെ നമ്മൾ ഒരു പ്രത്യേക പേരിൽ പുള്ളിക്കാരിയെ വിളിക്കുന്നുണ്ട്, ബ്ലഡി മേരി എന്ന്. കാരണം ഞാൻ ഗൂഗിൾ അടിച്ചപ്പോൾ ഇപ്രകാരം കാണാനിടയായി. ഹല്ലേലൂയ. ആ രാജ്ഞിയുടെ ഭരണം 5 വർഷമേ ഭരിച്ചുള്ളൂ ഇംഗ്ലണ്ട്. ഹല്ലേലൂയ. ഭരിച്ചപ്പോൾ ഹല്ലേലൂയ, പ്രൊട്ടസ്റ്റൻ്റ് ആയിരിക്കുന്ന ആളുകളെല്ലാം കൊന്നൊടുക്കാൻ തീരുമാനിച്ചു. കാരണം കാത്തലിസം വളർത്തുവാൻ വേണ്ടി പ്രൊട്ടസ്റ്റൻ്റ് ആയ ആളുകളെ ഏകദേശം ഗൂഗിൾ പറയുന്നതനുസരിച്ച് 200 പേരെ കൊന്നൊടുക്കിയെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ആ പുള്ളിക്കാരിക്ക് എന്ത് പേരിട്ടു? ബ്ലഡി മേരി എന്ന് പറയുന്നത്. ആ പുള്ളിക്കാരി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇപ്രകാരമാണ്. ഹല്ലേലൂയ. സ്കോട്ട്ലൻഡിൽ, ഇംഗ്ലണ്ടിനകത്തുള്ളൊരു സ്ഥലമാണ് സ്കോട്ട്ലൻഡിൽ. ഹല്ലേലൂയ. ജോൺ മാർക്സ് എന്ന് പറയുന്ന ഒരാളുണ്ട്. പ്രത്യേകം ശ്രദ്ധിച്ച് കേട്ടിരുന്നോണം. സ്കോട്ട്ലൻഡിൽ ജോൺ മാർക്സ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന എനിക്ക് പേടിയാണ്. പറഞ്ഞ മനസ്സിലായോ? സ്കോട്ട്ലൻഡിൽ അവർ ഭരിക്കുന്ന രാജ്യത്തിൽ സ്കോട്ട്ലൻഡിൽ ജോൺ മാർക്സ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന എനിക്ക് ഭയമാണ്. ബാക്കി ലോകരാജ്യശക്തികളെ ഒന്നും പുള്ളിക്കാരിക്ക് ഭയം ഇല്ല. സൈന്യത്തെ ഭയമില്ല.
ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, ജോൺ മാർസിൻ്റെ പ്രാർത്ഥന എനിക്ക് ഭയമാണ്. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങൾക്ക് പ്രചോദനത്തിന് വേണ്ടി പറയുക, ഞാനും നീയും അഭിഷേകത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ചിലർക്കൊക്കെ ഭയമാണ് പ്രിയരെ. ഈ ലോകശക്തികൾക്ക് ഭയമാ. നിന്റെ മുമ്പിൽ ഒന്നും നീ കാണുന്നില്ലെങ്കിലും ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ കർത്താവിനോട് പറ, ദൈവമേ, ഫലപ്രദമായ ഒരു പ്രാർത്ഥനയ്ക്ക് ഉടമയാക്കി ഇന്ന് പകൽക്കാലം എന്നെ മാറ്റിയിട്ട് ഈ ഹാൾ വിട്ട് എന്നെ മടക്കാവൂ. ഹല്ലേലൂയ. എത്ര പേരത് ആഗ്രഹിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയ്ക്ക് നിന്റെ ജീവിത സാഹചര്യങ്ങളെ മാറ്റുവാൻ കഴിയും. പ്രാർത്ഥനയ്ക്ക് നിന്റെ രോഗത്തെ മാറ്റുവാൻ കഴിയും. പ്രാർത്ഥനയ്ക്ക് നിന്റെ അടയപ്പെട്ട വാതിലുകളെ തുറക്കുവാൻ കഴിയും. പ്രാർത്ഥനയുടെ മുമ്പിൽ തുറന്ന ചരിത്രമേ വചനത്തിന് പറയുവാനുള്ളൂ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവസന്നിധി കർത്താവേ, ഫലപ്രദമായ ഒരു പ്രാർത്ഥനയ്ക്ക് ഉടമയാക്കി എന്നെ മാറ്റണമെന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു. ജോൺ മാർസിനെ പറ്റി നമ്മൾ പറഞ്ഞു. ജോൺ മാർസ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇപ്രകാരമാണ്. അത് ഇപ്രകാരമാണ് പറയുന്നത്. ഹല്ലേലൂയ. 10 പ്രാർത്ഥനാ വീരന്മാർ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഈ ലോകത്തെ കീഴ്മേൽ മറിക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ സന്തോഷമില്ലല്ലോ ഇത് പറയുമ്പോൾ? 10 പ്രാർത്ഥനാ വീരന്മാർ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഈ ലോകത്തെ കീഴ്മേൽ മറിക്കുമെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മൾ ആഗ്രഹിക്കണം പ്രിയരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോട്ടീസിലോ അല്ലെങ്കിൽ ഹല്ലേലൂയ മറ്റ് സ്റ്റേജുകളിലൊന്നും എൻ്റെ പേര് വരേണ്ട കർത്താവ്. വരണ്ടെന്നല്ല, ദൈവം അനുവദിച്ചാൽ വരുത്തും. ആരൊക്കെ വേണ്ടെന്ന് പറഞ്ഞാലും വരുത്തും. അതല്ല, അതിലുപരിയായി കർത്താവെ, പ്രാർത്ഥനാ റൂമിലിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു മാതാവായി, കണ്ണുനീരോടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പിതാവായി, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ ഒരു ദൈവ മകനായി എന്നെ മാറ്റണമെന്ന് നമ്മുടെ ആഗ്രഹം വർദ്ധിക്കണമെന്ന് പകൽക്കാലം പ്രിയരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹവും നന്മയുടെയും മെസ്സേജുകൾ കേൾക്കുമ്പോൾ നമ്മൾ ആരാധിക്കും. പക്ഷേ ഇന്ന് പകൽക്കാലം ഒരു കാര്യം വിളിച്ചു പറയാം, ഫലപ്രദമായ ഒരു പ്രാർത്ഥനയ്ക്ക് നീ ഉടമയായി മാറിയാൽ അതല്ല നിന്റെ പുറകെ വരും. നിനക്ക് ആവശ്യമുള്ള സകലതും തരാമെന്ന് വാക്ക് പറഞ്ഞിട്ട് ഈ തോട്ടത്തിൽ നിന്നെ വിളിച്ചാക്കിയിരിക്കുന്നത്. അവൻ ഒന്നിനും മുടക്കം വരുത്തത്തില്ല. ഹല്ലേലൂയ. വിളിച്ചവൻ വിശ്വസ്തനാണ്. സകലതും നന്നായി ചെയ്യുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇന്ന് പകൽക്കാലം തയ്യാറാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫലപ്രദമായ ഒരു പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഹല്ലേലൂയ ഉടമകളായി മാറണം. ഹല്ലേലൂയ. പാസ്റ്റർ ബി മോനച്ചൻ്റെ ഹല്ലേലൂയ ആ ദൈവദാസൻ്റെ അനുഗ്രഹിക്കപ്പെട്ട 2 വാക്കുകൾ കടമെടുത്ത് ഞാൻ പ്രകാരം പറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകർ എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ നീ കിടന്നുറങ്ങിയാൽ നീ ഇന്നെ ഹല്ലേലൂയ എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ നിന്നെ പ്രാർത്ഥിക്കുവാൻ ദൈവം എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. എല്ലാവരും ഹല്ലേലൂയ പ്രാർത്ഥിക്കുമ്പോൾ നീ കിടന്നുറങ്ങിയാൽ ഹല്ലേലൂയ എല്ലാവരും ഉറങ്ങുമ്പോൾ നിന്നെ പ്രാർത്ഥിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും പ്രിയരെ. ഹല്ലേലൂയ. അതുപോലെ ഒരു കാര്യം കൂടെ പറയാം. ഹല്ലേലൂയ. മക്കൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുവാൻ ഇന്ന് തയ്യാറായാൽ ഹല്ലേലൂയ മക്കളെ ചൊല്ലി പ്രാർത്ഥിക്കേണ്ട ഒരു സമയം വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കൾ നല്ല രീതിയിലാകണമെന്ന് ഹല്ലേലൂയ കണ്ണുനീരോടെ ഇന്ന് നീ പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ ഹല്ലേലൂയ നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടുവാനിടയാകും. അല്ലെങ്കിൽ മക്കളെ ചൊല്ലി പ്രാർത്ഥിക്കേണ്ട ഒരു ദിവസം കടന്നു വരുമെന്ന് ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം ഇടപെടുക. അതുകൊണ്ട് കർത്താവിനോട് പറ, കർത്താവേ, ഒരു പ്രാർത്ഥന മനുഷ്യനാക്കി എന്നെ മാറ്റണമേ, ഒരു പ്രാർത്ഥന മനുഷ്യനാക്കി എന്നെ മാറ്റണമേ. അല്പസമയം ദൈവസന്നിധി പ്രാർത്ഥിച്ചായിട്ട് പ്രാർത്ഥന മനുഷ്യനാക്കി എന്നെ മാറ്റണമേ, ഒരു പ്രാർത്ഥന മനുഷ്യനാക്കി എന്നെ മാറ്റണമേ കർത്താവേ. അഭിഷേകത്തോടെ പ്രാർത്ഥിക്കുവാൻ, അന്ധകാര മണ്ഡലങ്ങളെ വെല്ലുവിളിച്ച് പ്രാർത്ഥിക്കുവാൻ, ഇരുളടഞ്ഞ മേഖലകളെ വെല്ലുവിളിച്ച് പ്രാർത്ഥിക്കുവാൻ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, ഭാര്യയ്ക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, ഭർത്താവിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, ദൈവദാസന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, ഇന്ന് പകൽക്കാലം സഭയ്ക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ ഹല്ലേലൂയ ദൈവം എന്നെ ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് കടന്നു വരുന്നു. 5 മിനിറ്റ് കൂടി മാത്രമേ ഉള്ളൂ. നമ്മൾ ഇപ്രകാരം വായിച്ചു, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കും. ഒരു ഫലവത്തായ പ്രാർത്ഥനയ്ക്ക് 3 കാര്യങ്ങൾ. ഒരു ഹല്ലേലൂയ അതിവേഗത്തിൽ പറയട്ടെ. ഒന്നാമത് ഹല്ലേലൂയ ഒരു ഫലവത്തായ പ്രാർത്ഥനയ്ക്ക് ആവശ്യമായിരിക്കുന്നത് നീ നീതിമാനായിരിക്കണം. നീതിമാൻ എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്രകാരം അവിടെ നിന്നുകൊണ്ട് പറയാം, പ്രാഗൽഭ്യത്തോടെ ദൈവസന്നിധി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അതിന് ഉദാഹരണമായിട്ട് ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്താം. ഏലിയാവിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. ഹല്ലേലൂയ. കർമ്മേലിൻ്റെ മലമുകളിൽ ഹല്ലേലൂയ 450 ബാലിൻ്റെ പ്രവാചകന്മാരുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ ഏലിയാവ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ ഒരു വാക്യപ്രകാരമാണ്, അല്ലയോ കർത്താവേ, ഞാൻ അങ്ങയുടെ ദാസൻ, ഞാൻ അങ്ങയുടെ ദാസൻ. ഹല്ലേലൂയ. എത്ര പ്രാഗൽഭ്യത്തോടെ പറയുന്നത്, ഞാൻ അങ്ങയുടെ ദാസൻ. ഹല്ലേലൂയ. എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരണം. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് നമുക്ക് പറയാൻ കഴിയും പ്രിയരെ, ഹല്ലേലൂയ ഞാൻ അങ്ങയുടെ ദാസനാ, ഞാൻ അങ്ങയുടെ ദാസിയ കർത്താവേ, അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരണമെന്ന് ചങ്കുറപ്പോടെ പറയാൻ കഴിയുന്ന എത്ര പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ആ ഉറപ്പ് പ്രാപിച്ചിട്ട് ഇവിടുന്ന് കടന്നു പോകാവൂ. കർത്താവിനോട് പറ, ദൈവമേ, അതിന് തടസ്സമായ എൻ്റെ ജീവിതത്തിലുള്ള കുറവുകൾ ഇന്ന് പകൽക്കാലം എന്നോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ. രണ്ടാമത്
രണ്ടാമത് ഹല്ലേലൂയ ഒരാളെ പരിചയപ്പെടുത്താം. യേശു ക്രിസ്തു പ്രാർത്ഥിച്ചത് ഇപ്രകാരമാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 30-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്ന, ആരും വാക്യം എടുക്കേണ്ട സമയം പോയി. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 30-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ലോകത്തിന്റെ പ്രഭു വരുന്നു, അവന് എന്നോടൊരു കാര്യവുമില്ല. ഹല്ലേലൂയ. അവിടെ വാക്യം ഇപ്രകാരം പറയുന്നു, ലോകത്തിന്റെ പ്രഭു വരുന്നു, അവന് എന്നോട് ഒരു കാര്യമില്ല. അതൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ ഇപ്രകാരം പറയുവാൻ ആഗ്രഹിക്കുന്ന പ്രകാരമാണ്. ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവൻ്റേതൊന്നും എൻ്റെ കയ്യിലില്ല. മനസ്സിലായോ? എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവൻ്റേതൊന്നും എൻ്റെ കയ്യിലില്ലെന്ന്. അവൻ്റേതൊന്നും എന്ന് പറഞ്ഞാൽ എന്നാ? അവൻ്റെ പണം എൻ്റെ കയ്യിലില്ല. ഹല്ലേലൂയ. ദൈവഹിതമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണിച്ചു കൂട്ടുന്ന സകലതും ലോകത്തിൻ്റെ പ്രഭുവിൻ്റേതാ. ഇന്ന് പകൽക്കാലം ഒരു കാര്യം കൂടെ വിളിച്ചു പറയാം. ദൈവഹിതമില്ലാതെ വചനത്തിന് വിപരീതമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന പണം, നമ്മൾ ഉണ്ടാക്കുന്നത് സകലതും ഹല്ലേലൂയ സീറോ ആയി തീരുന്ന ഒരു ദിവസമുണ്ട്, കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസമുണ്ട്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞു, ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവൻ്റെ കയ്യിലുള്ളതൊന്നും എൻ്റെ വീട്ടിലില്ല. എത്ര പേർക്ക് പറയാൻ കഴിയും? അവൻ്റെ കയ്യിലുള്ളതൊന്നും എൻ്റെ കയ്യിലില്ലെന്ന്. അതുകൊണ്ട് യേശു ക്രിസ്തു എന്താ പറഞ്ഞത്? അതുകൊണ്ട് അവൻ എന്നോട് ഒരു കാര്യമില്ല. അവനുള്ളതുണ്ടെങ്കിലല്ലേ അവൻ വരത്തുള്ളൂ. പറയുന്നത് മനസ്സിലാകുന്നോ? അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മളത് ചിന്തിച്ച് നോക്കിക്കേ. ഹല്ലേലൂയ. അവൻ്റെ പണം, അവൻ്റെ സ്ഥാനങ്ങൾ, അവൻ്റെ പദവികൾ, ഹല്ലേലൂയ, ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ല. പ്രിയരെ, ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ ലോകത്ത് വ്യത്യസ്തരായി ജീവിച്ചാൽ ദൈവം നമ്മെ വ്യത്യസ്തരാക്കി മാറ്റും. ഹല്ലേലൂയ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ. ലോകത്തിൽ നീ വ്യത്യസ്തനായി ജീവിക്കാൻ ഭയങ്കര പാടാ. വ്യത്യസ്തനായി ജീവിക്കണമെങ്കിൽ പറഞ്ഞു വിടാൻ എളുപ്പമാണ്. പക്ഷേ ഇന്ന് പകൽക്കാലം ഒരു കാര്യം ഞാൻ അനുഭവത്തിലൂടെ ഞാൻ ജീവിക്കുന്ന പ്രകാരം മൊത്തത്തിൽ 100% ജീവിച്ചെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ ഒരു കാര്യം പറയാം, എവിടെല്ലാം നീ ഒറ്റപ്പെട്ട് മാറ്റി നിന്നെ നിർത്തിയാലും, ഹല്ലേലൂയ, നിന്നയുടെ ഭാരങ്ങളുടെ മധ്യത്തിൽ നീ താളടിയായി പോകുമെന്ന് ഈ ലോകം മുഴുവൻ നിന്നെ നോക്കി പറഞ്ഞാലും, ഇന്ന് പകൽക്കാലം ഉറപ്പോടൊരു കാര്യം വിളിച്ചു പറയാം, നീ വ്യത്യസ്തനായി നിന്നാൽ നിന്നെ വ്യത്യസ്തതയോടെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു ക്രിസ്തു പറഞ്ഞു, ലോകത്തിൻ്റെ അധിപതി വരുന്നുണ്ട്, അവനുള്ളതൊന്നും എൻ്റെ കയ്യിലില്ല. കാരണം അവനുള്ളതൊന്നും എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് അവൻ എന്നോടൊരു കാര്യവുമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഉറപ്പോടെ നമുക്ക് പറയുവാൻ കഴിയണം, ഈ ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവേ, ദൈവം എനിക്ക് തന്നത് മാത്രമേ എനിക്കുള്ളൂ. ഹല്ലേലൂയ. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് മാത്രമേ എനിക്കുള്ളൂ. ഈ ആരോഗ്യം കർത്താവ് തന്നതല്ലേ, അന്നുള്ളത് തരാമെന്ന് വാക്ക് പറഞ്ഞവനല്ലേ നിന്റെ കൂടെയുള്ളത്. ആ ദൈവത്തോടല്ലേ നീ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാഗൽഭ്യത്തോടെ പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ ഫലപ്രദമായ ഒരു പ്രാർത്ഥനയ്ക്ക് നീ ഉടമയായി മാറും. മനസ്സിലായോ? ഹല്ലേലൂയ. അതുകൊണ്ട് ഫലപ്രദമായ പ്രാർത്ഥനയ്ക്ക് ഉടമയായി തീരണം. എന്ത് ചെയ്യണം? പ്രാഗൽഭ്യം വേണം. പ്രാഗൽഭ്യം ഇല്ലാതെയും പ്രാർത്ഥിക്കാൻ പറ്റും അല്ലേ? പ്രാഗൽഭ്യത്തോടെ പ്രാർത്ഥിച്ചാൽ സെക്കൻഡുകൾക്കുള്ളിൽ മറുപടി വെളിപ്പെടും. ഹല്ലേലൂയ. ചില മറുപടികൾ ചിലപ്പം താമസിക്കും, പക്ഷെ അതിനകത്തും കർത്താവിനൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. 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 അബ്രഹാമിന് വാർദ്ധക്യത്തിൽ ഒരു സന്തതി ഉണ്ടാവുമെന്ന് വാഗ്ദത്തം ലഭിച്ചു. വാഗ്ദത്തം ലഭിച്ച എത്രാമത്തെ വയസ്സില്ല? അറിയത്തില്ല ആർക്കും. വാഗ്ദത്തം ലഭിച്ചത് വാഗ്ദത്തം ലഭിച്ചത് 75-ാമത്. കൊച്ചുണ്ടായത് എപ്പോഴാ? നമ്മൾ ചിലപ്പം ചില പ്രാർത്ഥനയ്ക്ക് എപ്പം മറുപടി കിട്ടും? ഉടനെ കിട്ടും. ചിലതിന് എന്ന് വിചാരിച്ച് അബ്രഹാം നമ്മളെക്കാളും വിശ്വാസത്തിൽ കുറവായതുകൊണ്ടാണോ 25 വർഷം താമസിച്ചേ? അതോ നമ്മൾ പ്രാർത്ഥന കൂടിയതുകൊണ്ടാണോ നമുക്ക് കൂടുതൽ കിട്ടിയേ? അല്ല, ദൈവത്തിനൊരു സമയമുണ്ട്. അവൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കണം നമ്മൾ. ഹല്ലേലൂയ. 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 അതുകൊണ്ട് നമ്മൾ ഫലപ്രദമായ ഒരു പ്രാർത്ഥനയ്ക്ക് എന്ത് ചെയ്യണം? പ്രാഗൽഭ്യം വേണം. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഹല്ലേലൂയ തൻ്റെ നിജപുത്രനാകുന്ന തീമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ അവസാന വാരം തൻ്റെ അന്ത്യനാളുകളിലേക്ക് അടുക്കുമ്പോൾ താൻ പ്രാഗൽഭ്യത്തോടെ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ പറയുന്നത്? ഞാൻ നല്ല പോർ പൊരുതു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. പകൽക്കാലം പ്രിയരെ, നമ്മുടെ പ്രാർത്ഥന അപ്രകാരമായി മാറണം. ഞാൻ നല്ല പോർ പൊരു, ദൈവം എന്നെ ഏൽപ്പിച്ച പോർ ഞാൻ പൊരുതു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ പ്രാർത്ഥന അപ്രകാരമായി മാറണം. പ്രാഗൽഭ്യത്തോടെ പ്രാർത്ഥിക്കണം. രണ്ടാമത് ഹല്ലേലൂയ, ഫലപ്രദമായ പ്രാർത്ഥനയ്ക്ക് ആവശ്യമെന്ന് പറയുന്നത് ഹല്ലേലൂയ, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. ശ്രദ്ധയോടെ പ്രാർത്ഥിച്ച സമയം വളരെ മുമ്പോട്ട് പോയി. അതുകൊണ്ട് ഒരു കാര്യം കൂടെ പറയാം. ശ്രദ്ധയോടെ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. 3 ടൈപ്പുള്ള പ്രാർത്ഥനയുണ്ട്. സാധാ പ്രാർത്ഥന, നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. 2
ശ്രദ്ധയോടെ പ്രാർത്ഥിച്ച അപ്പോസ്തലരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്, ശ്രദ്ധയോടെ സഭ പ്രാർത്ഥിച്ചപ്പോൾ കാരാഗൃഹത്തിൻ്റെ വാതിൽ തുറന്ന് ദൈവഭക്തൻ പുറത്തു വന്നു. ഹല്ലേലൂയ. ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ. മൂന്നാമതൊരു പ്രാർത്ഥനയുണ്ട്, അതിശ്രദ്ധയോടെ പ്രാർത്ഥിക്കും. അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ച ഒരാളെ ഈ ഉലകത്തിലുള്ളൂ, അത് നമ്മുടെ യേശു കർത്താവാണ്. ഗെത്സമനയിൽ ഏകാന്തതയുടെ മധ്യത്തിൽ ഹല്ലേലൂയ നമ്മുടെ യേശു കർത്താവ് അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ രക്തം അല്ലെങ്കിൽ തൻ്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി മാറി. നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല, നമുക്ക് പക്ഷേ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ കഴിയും. ഹല്ലേലൂയ. എല്ലാവരുടെയും കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഹല്ലേലൂയ. ശ്രദ്ധയോടെ ദൈവസന്നിധി പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ കാരാഗൃഹത്തിൻ്റെ വാതിലുകളെ ദൈവം തുറന്നു. ഹല്ലേലൂയ. കാരാഗൃഹ പ്രമാണിയെ ദൈവാത്മാവ് ഇടപെടുവാനിടയായി. ഇന്ന് പകൽക്കാലം ഒരു നിമിഷം ശ്രദ്ധയോടെ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നവന് വേണ്ടി തുറക്കുന്ന വാതിലുകളുണ്ട്. ഹല്ലേലൂയ. ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി തുറക്കുന്ന വാതിലുകളുണ്ട്. ഇന്ന് പകൽക്കാലം പ്രതീക്ഷ നഷ്ടപ്പെട്ട കുഞ്ഞെ, പ്രതീക്ഷകളെല്ലാം അടഞ്ഞ് അസ്തമിച്ചിരിക്കുകയാണോ? ചില വാതിലുകൾ തുറക്കുവാൻ വേണ്ടി ദീർഘനാളുകളായി പ്രാർത്ഥിക്കുകയാണോ? ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ഇടപെടുന്നു. ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചാൽ നിന്റെ ജീവിതത്തിൻ്റെ ഹല്ലേലൂയ വഴികളെ, അടഞ്ഞ വഴികളെ തുറക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് കഴിയും. ഹല്ലേലൂയ. മൂന്നാമത് ഹല്ലേലൂയ ഒരു പ്രാർത്ഥനയോ ഹല്ലേലൂയ മൂന്നാമത് ഹല്ലേലൂയ ഫലപ്രദമായ പ്രാർത്ഥനയ്ക്ക് വേണ്ടത് അതിശക്തിയോടെ ദൈവസന്നിധി പ്രാർത്ഥിക്കണം. 3 കാര്യങ്ങൾ ഞാൻ പറയുവാനിടയായി. ഹല്ലേലൂയ. അതിശക്തിയോടെ ദൈവസന്നിധി പ്രാർത്ഥിക്കണം, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ പ്രാർത്ഥിക്കണം. ഒരു നിമിഷം കണ്ണുകളടച്ച് ദൈവസന്നിധി സമർപ്പിച്ചാട്ടെ. കർത്താവേ, ഇന്ന് പകൽക്കാല കർത്താവേ ഹല്ലേലൂയ കേൾപ്പിക്കപ്പെട്ട തിരുവചനം എൻ്റെ ജീവിതത്തിന് അനുഗ്രഹമായി മാറണം. അതുകൊണ്ടാണ് യാക്കോബ് വിളിച്ചു പറഞ്ഞു, നീതിമാന്റെ ശ്രദ്ധയോട് കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കും, വളരെ ഫലിക്കും, വളരെ ഫലിക്കും. ഇന്ന് പകൽക്കാലം കർത്താവേ ഒരു പ്രാർത്ഥന മനുഷ്യനാക്കി എന്നെ മാറണമേ. പ്രാഗൽഭ്യത്തോടെ പ്രാർത്ഥിക്കുവാൻ, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുവാൻ ഇന്ന് പകൽക്കാലം എന്നെ ബലപ്പെടുത്തണമെന്ന് ദൈവസന്നിധി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൻ്റെ മേഖലകളെ അടച്ചു കളയുവാൻ ദുഷ്ടപിശാച് ഒരുക്കുന്ന സകല പദ്ധതികളുടെ മേലും ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഈ ദൈവവചനത്തിൻ്റെ ശക്തിയുടെ മുമ്പിൽ ചില വാതിലുകളെ തുറന്ന് നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആ ദൈവങ്ങളിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ഇത്രത്തോളം സമയം ഹല്ലേലൂയ ദൈവനെ ശുശ്രൂഷിക്കുവാൻ സമയം അനുവദിച്ചെന്ന സഭയോടും ബഹുമാനിയായ ദേവദാസനോടും കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരോടും ദൈവനാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ ശുശ്രൂഷകളെയും ഓർത്ത് ദൈവസന്നിധി പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ വീണ്ടും കാണാം, അല്ലെങ്കിൽ മേഘപ്രത്യക്ഷതയിൽ കാണാം. മാറാനാഥ.